ബ്ലഡി വയലൻറ്റ് മാർക്കോ. ഇന്ന് ഉണ്ണിമുകുന്ദൻ നായകനായി റിലീസ് ചെയ്ത മാർക്കോ എന്ന സിനിമയെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം അതുപോലെ വയലൻസ് ഉള്ളൊരു സിനിമയാണിത്. ഒരിക്കലും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ മനക്കട്ടി ഇല്ലാത്തവർക്കോ കാണാൻ പറ്റിയൊരു സിനിമയല്ല മാർക്കോ. കാരണം അതുപോലെ വയലൻസ് നിറഞ്ഞ സീനുകൾ ഈ സിനിമയിലുണ്ട്. പലപ്പോഴും വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീനുകളാണ് പലതും ഇതിനകത്തുള്ളത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത കുറേ ആക്ഷൻ രംഗങ്ങളുമുണ്ട് സിനിമയിൽ. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ അതൊരു ഗംഭീര ക്യാരക്ടറായിരുന്നു. കാരണം നല്ല രീതിയിൽ നല്ല സ്വാഗും നല്ല മാസ് ക്യാരക്ടറൈസേഷൻ ആയിരുന്നു. നല്ല ഫിസിക്കൊക്കെ ഉള്ള ഒരു ആളെന്ന് പറയുമ്പോൾ, ഒരു ഹീറോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് കാണാനാണ് താല്പര്യം. പക്ഷേ പലപ്പോഴും അദ്ദേഹം ഫാമിലി ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫാമിലി ഫിലിംസ് ഒരുപാട് ചെയ്ത് കുറേ വർഷങ്ങളായിട്ട് പുള്ളി നടക്കുകയായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ ഉണ്ണിമുകുന്ദനെ കാണണമെന്ന് ആഗ്രഹിച്ചോ അതുപോലെ നമുക്കിപ്പോൾ ഉണ്ണിമുകുന്ദനെ കാണാൻ സാധിച്ചു എന്ന് വേണേൽ പറയാം. അതുപോലെ ആക്ഷൻ രംഗങ്ങളൊക്കെ പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഇപ്പം മിഖായിൽ എടുത്താൽ പോലും ലാസ്റ്റ് നമുക്ക് കാണാം പുള്ളി ആക്ഷൻ രംഗങ്ങളൊക്കെ അതിനകത്ത് ചെയ്യുന്നത്. അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് പുള്ളി ചെയ്തു. പിന്നെ എടുത്ത് പറയേണ്ടത് സിദ്ദിഖിൻ്റെ ഒരു ക്യാരക്ടറാണ്. സിദ്ദിഖിൻ്റെ പെർഫോമൻസ്, ആ ഒരു ക്യാരക്ടർ വളരെ ഗംഭീരമായിരുന്നു. മാർക്കോ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു പവർഫുൾ ക്യാരക്ടർ എന്ന് പറയുന്നത് സിദ്ദിഖിൻ്റെ ക്യാരക്ടറാണ്. അത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ സിനിമയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് സിനിമയുടെ സ്റ്റോറിയാണ്. ആസ് യൂഷ്വൽ റിവഞ്ച് സ്റ്റോറി. പുതുമയൊന്നും സിനിമ ഓഫർ ചെയ്യുന്നില്ല. സിനിമയുടെ ഒരു സ്റ്റോറിയിൽ ഒന്നും തന്നെ ഓഫർ ചെയ്യുന്നില്ല. പിന്നെ ആ ഒരു സ്റ്റോറിക്കകത്ത് അത്യാവശ്യം നല്ലൊരു ആക്ഷൻ സീൻസും വയലൻസ് സീൻസും ഒക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് തിയേറ്ററിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതിഗംഭീര സിനിമയൊന്നും ഞാൻ പറയത്തില്ല. അത്യാവശ്യം ഒരു ഓക്കെ മൂവി നമുക്ക് തിയേറ്ററിൽ അത്യാവശ്യമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ടേ തോന്നിയുള്ളൂ.